ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. നാട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഒരു അമ്പലത്തിലേക്ക് പോകുന്ന ഒരു വ്ളോഗാണ് കേട്ടോ. അതായത് കറക്റ്റ് സ്ഥലം പറഞ്ഞുതരാൻ എനിക്കറിയില്ല. നമ്മുടെ എന്താ പറയുക, അതായത് കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോണത്. അപ്പോൾ ഒരുപാട് വിശ്വാസങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉള്ള ഒരു അമ്പലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോണത് കേട്ടോ. അപ്പോൾ എന്തായാലും പോകുന്ന സമയത്ത് നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. കുതിരാനൊക്കെ കടന്നപ്പോൾ നല്ല ഒരു എന്താ പറയുക, അത്യാവശ്യം വെയിൽ എന്നാൽ ചെറിയ മഴമൂട്ടം എല്ലാം കൂടെ ഉള്ളൊരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ അമ്പലത്തിൻ്റെ ഒരുപാട് പേര് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. 3 സ്ഥലങ്ങളിൽ ഈ അമ്പലം ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒന്ന് മൂലസ്ഥാനം, പിന്നെ അല്ലാതെയുള്ള 2 അമ്പലം, അങ്ങനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നല്ല അടിപൊളി അമ്പലമാണ്, കാണാനൊക്കെ നല്ല രസം കേട്ടോ. എന്താ പറയുക, ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ അട്രാക്ഷനുള്ള കുറേ ഉള്ളൊരു അമ്പലം ഉണ്ടെന്നാണ് ഞാൻ കണ്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ എത്തിയത് ഈ ഒരു അമ്പലത്തിലാണ്. പക്ഷെ എന്നാലും ശരി കേട്ടോ, നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ പറഞ്ഞ പോലെ നല്ല അടിപൊളി അമ്പലമാണ് കേട്ടോ. ഫുള്ളും ഗോൾഡൻ കളറിലും മൊത്തത്തിൽ അറേഞ്ച് ചെയ്ത് നല്ലൊരു എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള ഒരുപാട് നല്ല രസമുള്ളൊരു അമ്പലമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് അവിടെ ഈ കൽപ്പന കേൾക്കുക എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ അത് കാരണം കുറച്ച് ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ. അവരുടെ കൽപ്പന കേൾക്കാനും കുറച്ച് പ്രോബ്ലംസൊക്കെ നമുക്ക് ഷെയർ ചെയ്യാനും സോൾവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ എന്തായാലും നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള ചീട്ടൊക്കെ നമ്മൾ എടുത്ത ശേഷം ഉണ്ടല്ലോ, അവിടെ ഫുഡ് അന്നദാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നല്ല സിമ്പിളായിട്ട് ചോറ്, സാമ്പാർ, അച്ചാർ, അങ്ങനെ ചെറിയ ഐറ്റംസൊക്കെ ഉള്ളുവെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് അമ്പലങ്ങളുടെ ഫുഡിനെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇത് അജുവേട്ടൻ്റെ മാമൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെറുപ്പം തൊട്ടേ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സോടെ, എൻ്റെ കസിനും കൂടെയാണ് കേട്ടോ. അച്ഛൻ്റെ ബ്രദറിൻ്റെ മോളും കൂടെയാണ്. ആളുടെ അമ്മയുടെ ബ്രദറിൻ്റെ മോളാണ്, എൻ്റെ അച്ഛൻ്റെ ബ്രദറിൻ്റെ മോളാണ്. അങ്ങനെ 2 റിലേഷനാണ് കേട്ടോ. അപ്പോൾ ഞാനും അവളും, ദിവ്യ എന്നാണ് പേര്, ഞാനും ദിവ്യയും ഹസ്ബൻഡും അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ ചേട്ടനും ഞങ്ങളുടെ പിള്ളേരും കൂടെയൊക്കെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പിള്ളേർ പിന്നെ പറയണ്ടല്ലോ, എവിടെയെങ്കിലും ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ ഭയങ്കര കാര്യം കേട്ടോ. അവർക്ക് ഇവൻ അവരെയും ഭയങ്കര കാര്യമാണ്. അപ്പോൾ പോയി കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, സ്നേഹം, ഇടയിൽ അടി, വഴക്ക് എല്ലാം ഉണ്ട്. ഭയങ്കര എൻജോയ്മെൻ്റാണ് അവർക്ക്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അവരുടെ വഴിക്ക് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. നമ്മൾ അത് കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് കൽപ്പനയും കാര്യങ്ങളൊക്കെ കേട്ട് കുറച്ച് പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ നോക്കി അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വെളിയിൽ വന്നു കേട്ടോ. നല്ല കത്തുന്ന വെയിലായിരുന്നു, അത്രയ്ക്ക് വെയിലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എന്തായാലും തൊഴുത് നന്നായി ദൈവത്തിനെ തൊഴുതൊക്കെ ഇറങ്ങി. പിന്നെ നമ്മൾ ഈ നിൽക്കുന്ന വണ്ടി നമ്മൾ വന്ന വണ്ടിയാണ് കേട്ടോ. അതായത് ദിവ്യയുടെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയും കണ്ടുമാണ്. അങ്ങനെ നമ്മൾ അവനെല്ലാവരും കൂടെ ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്ര ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ വണ്ടിയിലൊന്നും ഒതുങ്ങില്ല ഗൈസ്, ഞങ്ങൾ ഇത്രയും പേര്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ വലിയൊരു വണ്ടി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ. അങ്ങനെ ശരിയെന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പലത്തിലൊക്കെ വന്ന് ഇറങ്ങി നല്ല രീതിയിൽ നമുക്കൊരു ചെറിയൊരു പ്രതീക്ഷയും കാര്യങ്ങളും, അങ്ങനത്തെ ഒരു പ്രതീക്ഷയോടെയാണ് നമ്മൾ ഇറങ്ങുന്നത്. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രശ്നത്തിനൊക്കെ സോൾവ് ആവട്ടെ, നമുക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു ശുഭപ്രതീക്ഷയോടെ ഇറങ്ങുമായിരുന്നു ഞങ്ങൾ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറിയപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. ഞങ്ങൾ പരസ്പരം കളിയൊക്കെ ആയിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് വന്നപ്പോഴേക്കും എല്ലാവരും എന്ത് തടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിക്കി തിരക്കി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ചൂടെന്ന് പറഞ്ഞാലും പോരാ, അങ്ങേ അറ്റം ചൂടായിരുന്നു. പിന്നെ അജുവേട്ടൻ ദിവ്യയുടെ ഹസ്ബൻഡ് സതീഷ്, ഇതാണ്ടോ സതീഷ്, ദിവ്യയുടെ ഹസ്ബൻഡ്, മറ്റേ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ചേട്ടനാണ്. അപ്പം കണ്ണടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഈ പറഞ്ഞ ഞങ്ങൾ കളിയാക്കി വയ്ക്കായിരുന്നു അജുവേട്ടനെ. പിന്നെ കുറച്ച് ടൈം കൂടെ നമുക്ക് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ സതീഷിന് കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ ഒരു അമ്പലത്തിൽ പോയി എന്നുകൊണ്ട് തന്നെ അമ്പലത്തിൽ നിന്നാണ് വായിൽ വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഒരു പാർക്കിൽ പോയിട്ട് സൂവിൽ പോയിട്ട് നമുക്ക് ടൈം കുറച്ച് സ്പെൻഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് പോകുമ്പോഴേക്കുമാണ് ഞങ്ങളുടെ എത്തുമ്പോൾ തന്നെ ലേറ്റായി. അപ്പോൾ 1 മണിക്കൂർ അരമണിക്കൂർ കൂടി എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ സൂന്ന്. ഞങ്ങൾ അതിനകത്ത് ചിലപ്പം അവിടെ നമ്മൾ റെസിപ്റ്റൊക്കെ എടുത്ത് ഉള്ളിൽ ചെല്ലുമ്പോഴേക്കും തന്നെ അവരത് അടയ്ക്കും. അപ്പോൾ പിന്നെ പോയിട്ട് കാര്യമില്ലല്ലോ, റെസിപ്റ്റിൻ്റെ കാശ് പോയത് മിച്ചം, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അവിടം വരെ പോയതല്ലേ, വെറും കൈയോടെ മടങ്ങി വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് ഒരു ചായയൊക്കെ കുടിച്ച് എന്തെങ്കിലും സ്നാക്സ് കഴിച്ചിട്ട് വരാമെന്ന് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് വിചാരിച്ചിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഓരോ കഥയൊക്കെ പറഞ്ഞ് ഞാനും ദിവ്യയും ഇങ്ങനെ ഓരോ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ വർഷത്തിലൊരിക്കലൊക്കെ കാണാറുള്ളൂ. അപ്പോൾ അവളും ഫോണിൽ ആരുടെയോ ഫോൺ വന്നപ്പോൾ അവൾ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയുണ്ടോ, ഫ്രണ്ട്സിൻ്റെ ആരുടെ ഫോൺ വന്നപ്പോൾ. അങ്ങനെ ഞങ്ങളങ്ങനെ ചായയൊക്കെ കുടിച്ച് ഒരു പ്ലേറ്റ് മൊമോസ് മറ്റോ വാങ്ങിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു.
തികയാതെ വന്നപ്പോൾ ഒരു പ്ലേറ്റും കൂടെ വാങ്ങിച്ച് ഞങ്ങൾ വീണ്ടും ഷെയർ ചെയ്ത് കഴിച്ചു. അങ്ങനെ ഒരുവിധം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡെന്ന് പറയാൻ പറ്റില്ല, ചെറുതായിട്ട് സ്നാക്സ് ആട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ട്. കുട്ടികൾ അവരുടേതായിട്ടുള്ള രീതിയിൽ അവരുടേതായിട്ടുള്ള ലോകത്ത് അവരിയ്ക്കണു. അപ്പോൾ ഞങ്ങൾ പറയുന്നു വിഷുവൊക്കെ ആകുമ്പോഴേക്കും കണിക്കൊന്നയുടെ കണി പോലും ഉണ്ടാവില്ല കാണാൻ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കഥയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ സതീഷിന് പോകേണ്ട സ്ഥലത്തെത്തി. അവനെന്തോ കാര്യം ഉണ്ടായിരുന്നു കേട്ടോ, അവൻ്റെ എന്തോ ഓഫീസിൽ എന്തോ കാര്യം കൂടെ ഉണ്ടായിരുന്നു. അതുകൂടെ കഴിഞ്ഞിട്ട് ആണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നത്. അപ്പോൾ അവിടെ പോയി അവൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞങ്ങളിതിങ്ങനെ വണ്ടിയിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക പോസ്റ്റ് അടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഏകദേശം കുറേ ദൂരം ഞങ്ങൾ വീടെത്തുന്നതിൻ്റെ കുറേ ദൂരം മുന്നിലെത്താറായപ്പം നല്ല അടിപൊളിയായിട്ട് ഇരുണ്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ മഴ. ഞങ്ങൾക്ക് എല്ലാവർക്കും ബജ്ജി കഴിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും ഞങ്ങളിങ്ങനെ നോക്കി നോക്കി വരുമ്പോഴേക്കും നമ്മൾ ഉദ്ദേശിച്ച ബജ്ജിയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ വേണ്ടാന്ന് വെച്ച് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഈ കുതിരാൻ്റെ ഇവിടേക്ക് എത്തുമ്പോൾ ഉണ്ടല്ലോ നല്ലോണം നല്ല ഏകദേശം കൊച്ചുങ്ങളൊക്കെ സൈഡായിട്ടുണ്ടായിരുന്നു. എല്ലാവരും സൈഡായിട്ടൊന്ന് ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും. എന്നിട്ട് കുതിരാൻ്റെ അവിടെ എത്തുമ്പോഴേക്കും അത്യാവശ്യം നല്ലോണം ഇരുണ്ട് കൂടി മഴ വരുന്ന പോലെ നല്ലൊരു ക്ലൈമറ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം മഴ പെയ്തു എന്ന് തന്നെ പറയാം കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നമ്മുടെ വീടിൻ്റെ അടുത്തത് നമ്മുടെ സ്ഥലത്തേക്ക് ടച്ച് ചെയ്തപ്പോൾ അജുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അജുവിൻ്റെ അല്ല, ഞങ്ങളുടെ കോമൺ ആയിട്ട് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ ചേട്ടനെയും ഡ്രോപ്പ് ചെയ്യണമായിരുന്നു. പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും മീറ്റ് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ കുറച്ച് എന്താ പറയുക ബജ്ജിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോയത്. പക്ഷേ അതൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല, കാരണം ആ സമയത്താകുമ്പോഴേക്കും എൻ്റെ ഫോൺ ചത്തു ഗൈസ്. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഞങ്ങൾ വീടെത്താറാകുമ്പോഴേക്കും നല്ലോണം ഇരുട്ട് കുത്തി മഴ വന്നിട്ട് പെയ്തിട്ടുണ്ടായിരുന്നു വഴിയിൽ. പിന്നെ അത് കഴിയുമ്പോഴേക്കും വീടിൻ്റെ ഇവിടെ എത്താറാകുമ്പോഴേക്കും മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ എന്തായാലും നല്ല അടിപൊളി എന്താ പറയുക മഴ പോലുള്ള വൈബൊക്കെ ആയിട്ട് രാത്രി ആകുമ്പോഴേക്കും നല്ല ബജ്ജിയൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോയത്. അപ്പോൾ ആ പോകുന്ന വഴിക്കുള്ള ആ മഴയുടെ ആ ഒരു കോളും മഴയുടെ ഒരു ഇതും ആ ഒരു പാടവും വയലും കൂടെ കാണാൻ എന്ത് രസമായിരുന്നു എന്നറിയുമോ. നമ്മുടെ നാടിൻ്റെ ഒരു ഭംഗി എന്നൊക്കെ പറയില്ല, പാലക്കാടിൻ്റെ ഭംഗിയാണെന്നൊക്കെ പറയാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നൊരു മറ്റൊരു വീഡിയോ കാണുന്നതിൻ്റെ ബൈ, സീ യു.